ഓക്കെ, നേരത്തെ പാർട്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡൽഹി സുൽത്താനറ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ദി ഫോളോയിങ് നോൺ ആസ് കുലാധരൻ. ഞാനത് എലിമിനേറ്റിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണത് ഞാനത് പറഞ്ഞത് എന്നുള്ളത്. 3 ഒരു ഡയറക്ഷനും ഒന്ന് വേറെ ഡയറക്ഷനും ആയിരിക്കും. രണ്ടാമത്തത് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഹിസ്റ്ററിക്കൽ ടേം ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ 3 ഒരു സൈഡിലും ഒന്ന് സെപ്പറേറ്റ് സൈഡിലായിരുന്നു നിൽക്കും. കുലാധരൻ എന്ന് പറയുന്നത് അവരുടെ ക്യാപ്പാണ്. ടിമുർസ് കൊടുത്തു പോയിട്ടുള്ളൊരു ക്യാപ്പാണ്. ടിമൂറിന്റെ ഭാഗത്തല്ലേ വരുന്നത്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ ടിമൂർ കൊടുത്തു പോയിട്ടുള്ളൊരു ക്യാപ്പാണ്, അതാണ് കുലാധരൻ എന്ന് പറയുന്നത്. കുലത്തെ ധരിക്കുന്നവൻ രാജാവ്. കിട്ടി അതിലൂടെ തന്നെ. അതല്ലെങ്കിൽ ഇതേപോലത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എപ്പോഴും തെറ്റിക്കാനായിട്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൽ ഒരാൾ മാത്രം ഹൈ ലെവലിലും ബാക്കിയുള്ളവരൊക്കെ ഒരു എക്കണോമിയിൽ ഒരു മീഡിയം സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് കൈൻഡ് ഓഫ് ടെൻഡൻസി ഇവിടെ വർക്ക്ഔട്ട് ആവും ഭയങ്കരമായിട്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദി ഫസ്റ്റ് മംഗോൾ ഇൻവേഷൻ ഓഫ് ഇന്ത്യ ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് ജലാലുദ്ദീൻ ഖൽജി. ആണോ? മംഗോൾ ഇൻവേഷൻ ആദ്യമായിട്ട് വന്നത് ആരെ കാലഘട്ടത്തില? ഞാൻ കഥയും പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ആരാണ്? വെരി ഗുഡ്, ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷ് വന്നു. ഞാൻ റീസൺ പറഞ്ഞു. ഇൽത്തുമിഷ് എന്ത് ചെയ്തില്ല? അതിന് ഓപ്പോസിറ്റ് ഏത് രീതിയില? അസൈലം കൊടുത്തോ ഈ പറയുന്ന ചീറ്റർക്ക്? ഇല്ല. ചെങ്കിസ് ഖാനെ ചതിച്ചു വന്ന ആൾക്ക് അസൈലം കൊടുത്തില്ല. അപ്പൊ അതാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമത്, ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് അലാവുദ്ദീൻ ഖൽജി വൺ മംഗോൾ അസാൾട്ടഡ് മാർച്ച് അപ് ടു ഡൽഹി. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ ഈ ഒരു പോർഷൻ? അദ്ദേഹത്തിന്റെ സമയത്ത് 6ഓളം അറ്റാക്ക് നടന്നു. ഒരാൾ എവിടെ എത്തി? ഡൽഹി വരെ എത്തി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. മുഹമ്മദ് ബിൻ തുഗ്ലക് ടെമ്പററി ലോസ് ഹിസ് പോർഷൻ ഉണ്ടോ മംഗോൾസിന്റെ കാലഘട്ടത്തില്? നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കോ? ഏത് സമയത്താ അവിടെ പ്രശ്നം വരുന്നത്? ടിമൂർസിന്റെ അറ്റാക്ക് അല്ലേ ലാസ്റ്റിലേക്ക് വരുന്നത്? ഓർമ്മയുണ്ടോ? ടിമൂർ എപ്പോഴാണ് വരുന്നത്? ലാസ്റ്റ് ഫേസിലേക്കല്ലേ? മംഗോൾസ് ആണോ? ടിമൂറാണ് വരുന്നത്. ടിമൂർ എന്താണ്? ഫിറോസ് തുഗ്ലക്കിന് ശേഷം ഫൈനൽ ടിമൂർസ് വരികയും സൈദ് ദാനസി വരികയും ചെയ്തു. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് കവർ ചെയ്ത് പോകുന്നതാണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ. ഇതാ 2021 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത വർഷം അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചത് കണ്ടോ? ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് ഇൽത്തുമിഷ് ദി ചെങ്കിസ് ഖാൻ റീച്ച്ഡ് ദി ഇൻഡസ് പെർസ്യൂട്ട്. ബാക്കി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പ്രൊവിൻസുകളൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പ്രൊവിൻസ് നിങ്ങളോട് UPSC മാറ്റി ചോദിക്കില്ല. ഫിജിറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ആളുകളുടെ പേര് മാറ്റി തന്നിട്ടുണ്ട്. ഇവിടെ ആളാണ്, ആളുടെ പേര് ഞാൻ പഠിക്കേണ്ടതെന്ന് അപ്പൊ തന്നെ പറഞ്ഞു. ഓക്കെ, ചതിച്ച ആളെ പോയ പേര് അല്ലേ? ഫിജിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചതിച്ചു പോയ ആള്. ഓക്കെ, ശരിയാണോ തെറ്റാണോ? ഇൽത്തുമിഷിന്റെ സമയത്ത് ചെങ്കിസ് ഖാൻ വന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇറ്റ്സ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? കൺഫ്യൂഷൻ ഉണ്ടോ? ചെങ്കിസ് ഖാൻ റീച്ച്ഡ് ഇൻഡസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ചെങ്കിസ് ഖാൻ വന്നു. ചെങ്കിസ് ഖാൻ എന്ത് ചെയ്തു? ആ ഭാഗം പിടിച്ചെടുത്തു. ഓക്കെ, യെസ്, വന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതേ സെയിം സാധനം അല്ലേ മറ്റൊരു പ്ലേറ്റിൽ മാറ്റിട്ട് ഇവിടെ തന്നത്? ഫസ്റ്റ് മംഗോൾ ഇൻവേഷൻ എന്ന് പറയുന്ന സാധനം ജലാലുദ്ദീൻ ഖിൽജി തന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹിസ്റ്ററി ടഫ് ആയിട്ടാണ് അവർ ഇടുന്നത് എന്നുള്ളത്? ഒരേ ഏരിയ നല്ല ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത്. ഓക്കെ, അതേ സാധനം എന്ത് ചെയ്തു? അവിടെ ഇൽത്തുമിഷിന്റെ സമയത്താണ് മംഗോൾസ് വന്നതെന്ന് പറയുന്നു. ഇവിടെ അതല്ല, ജലാലുദ്ദീൻ ഖിൽജിന്റെ സമയത്താണെന്ന് പറയുന്നു. അതല്ലേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതല്ലേ ക്വസ്റ്റ്യന്റെ സം ഐഡിയ എന്ന് പറയുന്നത് അല്ലേ? കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദി റൈൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് തിമൂർ ഒക്യുപ്പൈഡ് മൾട്ടൻ. ഇവിടെ തിമൂറിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണോ വരുന്നത്? ആരുടെ കാലഘട്ടത്തിലാ? അതിനുശേഷം ഫിറോസ് തുഗ്ലക് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ലേറ്റർ തുഗ്ലക്കിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? തിമൂർസ് അറ്റാക്ക് ചെയ്യുന്നതും അവർ ആ ഭാഗം പിടിച്ചെടുക്കുന്നതും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ രണ്ട് ഭാഗം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് പ്യുവർ ആയിട്ട്. ഡൺ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, വിജയനഗരം പറയുമ്പോൾ പറയാം. ഓക്കെ, മൂന്നാമത്തേത് ഇതിന്റെ കൂടെ വന്നതാണ്. മിക്സഡ് ആയിട്ടല്ലേ എപ്പോഴും വരിക. UPSCക്ക് അങ്ങനെ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? സോ ടോട്ടലി ഡൺ. 2019 ക്വസ്റ്റ്യൻ. അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ 3 തന്നിട്ടുണ്ട്.
in revenue administration. Delhi Sultanate, the in charge of revenue collection was known as Amil. Okay, അതവിടെ നിൽക്കട്ടെ. ഇക്ത സിസ്റ്റം ഓഫ് ദി സുൽത്താനേറ്റ് ഓഫ് ഡൽഹി വാസ് ആൻഷ്യന്റ്. ആണോ? ഇത് ആൻഷ്യന്റിൽ വന്നതാണോ? ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞ സാധനമാണോ മുമ്പ് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളത് ആൻഷ്യൻ ലിസ്റ്റിൽ? എവിടെയെങ്കിലും ഞാൻ ഈ ടേം ആൻഷ്യൻ ലിസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് നോട്ട് ആൻ ആൻഷ്യൻ ടേം. ഇത് കൊണ്ടുവന്നത് തന്നെ മുഹമ്മദ് ഘോറിയാന്ന് ഞാൻ പറഞ്ഞു. മുഹമ്മദ് ഘോറിന്റെ കാലഘട്ടത്തിലാണ് ഇക്ത സിസ്റ്റം ഫസ്റ്റ് ടൈം ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ ഇത് പ്രോമിനന്റ് ആക്കുന്നത് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അടുത്തത് ഓഫീസ് ഓഫ് മിർബക്ഷി കമന്റ് എക്സിസ്റ്റന്റ് ഡ്യൂറിംഗ് കെൽജി. ഈ ടേം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇപ്പോ? മിർബക്ഷി എന്ന് പറയുന്ന ടേം, മിർബക്ഷി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും കൊണ്ടുവരുന്നത് അക്ബറിന്റെ സമയത്താണ്. അക്ബറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് നമുക്ക് നല്ലപോലെ പഠിക്കാനുണ്ട്. അക്ബറാണ് ഈ കാര്യം ചേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഒരു കഥയുണ്ട്, ഞാൻ ഇപ്പൊ പറയാം തൽക്കാലം. ആ സമയത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അല്ലെ. അക്ബറിന് 13ാമത്തെ വയസ്സിൽ ഭരണത്തിൽ വരുന്ന സമയത്ത് അക്ബറിന്റെ കൂടെ ആരുണ്ടായിരുന്നത്? ബൈറാം ഖാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു വാസിർ എന്ന് പറയുന്ന പൊസിഷൻ, ഫിനാൻസിന്റെ പൊസിഷനിൽ അദ്ദേഹമായിരുന്നു. അതുവരെ വാസിറിന്റെ പവർ ഭയങ്കരമായിരുന്നു. കാരണം അദ്ദേഹത്തിന് മിലിറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്, ഫിനാൻസ് കപ്പാസിറ്റി വരുന്നുണ്ട്. അല്ലാതെ 2 പവറും കിട്ടിയ ആൾ എന്ത് ചെയ്യും? അത് മിസ്യൂസ് ചെയ്യില്ലയോ? ആളത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് കുറെ കാലത്തിന് ശേഷം ആർക്ക് മനസ്സിലാൻ തുടങ്ങി? അക്ബറിന് മനസ്സിലാവാൻ തുടങ്ങി. അക്ബർ എന്ത് ചെയ്തു? ഈ വാസിറിന്റെ പവർ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ഒരാളെ കൊണ്ടുവന്നു. ദാറ്റ് ഇസ് നോട്ട് ആസ് മിർബക്ഷി എന്ന് പറയും. പുള്ളിയാണ് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി മിലിറ്ററി കാര്യങ്ങളും വാസിറിന് ഫിനാൻഷ്യൽ കാര്യങ്ങളും മാത്രം കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അക്ബർ. ദാറ്റ്സ് വൈ ദാറ്റ് സീക്വൻസ് ഇസ് ഇമ്പോർട്ടന്റ്. ക്ലിയർ? കൺഫ്യൂഷൻ ഉണ്ടോ? സോ പോസിബിലിറ്റി ഓഫ് ദി ആൻസർ ഈസ് എ. നിങ്ങൾ ഇതെങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഓക്കെ, ഇപ്പൊ വൺ സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആമിൽ റവന്യൂ കളക്ഷൻ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ അല്ലെ? 1997 ഒരു ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദി കൺസോളിഡേഷൻ ഓഫ് ഹിസ് പവർ ബാൽബൺ അസ്യൂം ദി ഗ്രാൻഡ് ടൈറ്റിൽ ഓഫ്. എന്താണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പുള്ളി എന്ത് ടൈറ്റിലാണ് ഉപയോഗിച്ചിരുന്നത്? ഷാഡോ ഓഫ് ഗോഡ്. വിച്ച് വൺ? സിൽ ഐ ഇലാഹി. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇറ്റ്സ് എ ഫാക്ട്. പഴയ കാലത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിച്ചു, നമുക്ക് ചെയ്യാറില്ല. ഓക്കെ, ആൻഡ് ഹിയർ അടുത്തൊരു പാർട്ട്. ദി ഹെഡ് ഓഫ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ദി റെക്കഗ്നിഷൻ ഓഫ് ദി സെൻട്രൽ മിഷണറി അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിംഗ് ദി അക്ബർ റൈൻ. ഞാനിപ്പോ പറഞ്ഞൊരു കഥയില്ലേ, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? മിർബക്ഷി അല്ലേ? അല്ലെ? ഈ മിർബക്ഷി അല്ലേ എവിടെയും ചോദിച്ചത് മക്കളെ? അല്ലെ? സോ ഇവർക്ക് ഒരു ഏരിയ ഉള്ളൂ, ആ ഏരിയ തന്നെ ഒരു മാക്സിമം ചോദിക്കുന്നതാ. ബിക്കോസ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്തത് 2006 ക്വസ്റ്റ്യൻ. അസേർഷൻ ആൻഡ് റീസൺ. ഇപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ? ഓക്കെ, ഇത് ഞാൻ പ്രത്യേകത എന്താ, ഇതിനകത്ത് ഒന്ന് തെറ്റെന്ന് കണ്ടുപിടിച്ചാൽ മതി, പിന്നെ ഈസിയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് ഇഷ്യൂഡ് ന്യൂ ഗോൾഡ് കോയിൻ വിച്ച് വാസ് കോൾഡ് ദിനാർ ബൈ ഇബ്നു ബത്തൂത്ത. നിങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല അതിനെ കുറിച്ചിട്ട്, അറിയാമോ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, ഗോൾഡ് കോയിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, ബിനു ബത്തൂത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കിയേ. മുഹമ്മദ് ബിൻ തുഗ്ലക് വാണ്ടഡ് ടു ഇഷ്യൂ ടോക്കൺ കറൻസി ഇൻ ഗോൾഡ് കോയിൻസ് ടു പ്രൊമോട്ട് ട്രേഡ് വിത്ത്. അതിന് സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് എന്തിനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്? ഇതിലേത് ശരിയാവാനാണ് സാധ്യത കൂടുതലുള്ളത് എന്നാലോചിക്കുക. ഓക്കെ, മോസ്റ്റ് പോസിബിൾ കറക്റ്റ് ഏതിനാണ് സാധ്യതയുള്ളത്? അദ്ദേഹത്തിന് ടോക്കൺ കറൻസി എന്തിനായിരുന്നു? എക്കാണോ ശരി, ബിക്കാണോ ശരി? എ കറക്റ്റ് ആണല്ലേ സാധ്യത? ഇസ് അപ് ടു യു, റൈറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പൊ പോസിബിലിറ്റി എന്താണ്? എക്കാണ് പോസിബിലിറ്റി എപ്പോഴും കൂടുതലുള്ളത്. അപ്പൊ നമ്മളതൊന്ന് മനസ്സിലായി. ബി റോങ് ആണ്. ബി റോങ് ആയി കഴിഞ്ഞാൽ ഉത്തരം നോക്കിയാൽ മതി ബി റോങ് വരുന്നത്. ഓക്കെ, ഇതില് ബി കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഇതിൽ ബി കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഇതിൽ ബി റോങ് ആയിട്ടാണ് പറയുന്നത്. സോ ഇതിനാണ് പോസിബിലിറ്റി ഉള്ളത്. ക്ലിയർ ആണോ? മോനിഷ, അൻഷിഫ, പ്രതിഭ, അനക, അജന്യ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു അഡീഷണൽ പോയിന്റ് കൂടി നോക്കുക. ഇവിടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ഇഷ്യൂഡ് എ ന്യൂ ഗോൾഡ് കോയിൻ. അതിന്റെ പേരെന്താണ്? ദിനാർ. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എഴുതി വെച്ചേക്കണേ. PYQ വന്നപ്പോ അതെടുത്തതാണ്. നമ്മളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ചോദിക്കാം ചിലപ്പോൾ. ഓക്കെ, നമ്മളെ ഫോക്കസ് മൊത്തം ഇതിലായി പോയത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അടുത്തത്, which one of the following is the correct chronological order of the Afghan rulers in the Delhi? They are focusing on this Afghan rulers. They are not asking about the Lodhi dynasty.
പറഞ്ഞോ ആരൊക്കെയാണ്? ബഹലൂർ ലോധി, സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധി അല്ലേ? മറന്നുപോയത്. ഇബ്രാഹിം ലോധി ഭയങ്കര അരഗന്റും ബഹലൂർ ലോധി എന്താണ് അഫ്ഗാൻ നോബിൾസിനോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നല്ലേ അരഗൻസി വരുള്ളൂ അല്ലേ? ഫൈനലിലേക്ക് അരഗൻസി വന്നു. ഓക്കെ, ഈ അരഗൻസിന്റെ റീസൺ ഞാൻ പറഞ്ഞു. തൊട്ട് മുൻപുള്ള സിക്കന്ദർ ലോധീൻ എന്ത് ചെയ്തു? അഫ്ഗാൻ റൂളേഴ്സ് ഇടയ്ക്ക് ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിൽ പുള്ളി കണ്ടിട്ടുണ്ട്. അരഗൻസി വന്നു എന്നുള്ള കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കഥയായിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേഷനിലേക്ക് എത്തും. ഇതൊന്ന് ബൈഹാർട്ട് പഠിക്കേ വേണ്ട. ഓക്കെ, ഹു വാസ് ദി ലാസ്റ്റ് റൂളർ ഓഫ് ദി തുഗ്ലക് ഡൈനാസി? 2004 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിറോസ് ഷാ തുഗ്ലക് അല്ല, നിങ്ങൾക്ക് അറിയാം. ഗിയാസുദ്ദീൻ തുഗ്ലക് ഷാ അല്ല എന്നും അറിയാം. നാസിറുദ്ദീൻ മുഹമ്മദ് ആണോ നസ്രത്ത് ഷാ ആണോ എന്നുള്ളതാണ് ചോദ്യം. നാസിറുദ്ദീൻ മുഹമ്മദ് ആണ്. അതൊന്ന് നോക്കി വെച്ചേക്കണേ. ഇവിടെ ഞാൻ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. UPSC ഒരു പോസിബിലിറ്റി എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റൂളേഴ്സ്, എല്ലാത്തിന്റെയും ലാസ്റ്റ് റൂളേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. തുലൈബ് ഡനാസിലെ, ഖൽജി ഡനാസിലെ, തുഗ്ലക് ഡനാസിലെ, ലോധി ഡനാസിലെ, സയ്യിദ് ഡനാസിലെ. ബുദ്ധിമുട്ടില്ലല്ലോ. ലാസ്റ്റ് റൂളേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. കാരണം എങ്ങാനും നിങ്ങൾക്ക് ഹെൽപ്പ് ആവാൻ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ അതിൽ വരും. ഓക്കെ, അതൊരു ട്രെൻഡാണ് അവരുടെ. ഓക്കെ, ഈ ഒരു ട്രെൻഡ് അവർ ചില സമയങ്ങളിൽ ഫോളോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ സെഡ്. ഓക്കെ, ഹൗ ഡിഡ് സുൽത്താൻ ഓഫ് കുത്തക്കുദ്ദീൻ ഐബക് ഡൈഡ്? എങ്ങനെയാ മരിച്ചത്? കുതിരപ്പുറത്തുനിന്ന് വീണിട്ട് അല്ലേ? എന്താ ഓപ്ഷൻ ഉണ്ടോ നോക്കി. അത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ കുതിരപ്പുറത്ത് വന്നിട്ട് ഉള്ളത്? ഏതാണ്? ഡി അല്ലെ? നമ്മൾ ചില ആൾക്കാരുടെ മരണങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കേണ്ട മരണങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് കുതിരപ്പുറത്ത് വീണ് മരിച്ചത് പുള്ളിയുടെ കാര്യം. ഓക്കെ, ദി ഹിസ്റ്റോറിയൻ ബരാനി റിഫ്യൂസ്ഡ് ടു കൺസിഡർ ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അണ്ടർ ഡൽഹി സുൽത്താനേറ്റ് ട്രൂലി ഇസ്ലാമിക് ബിക്കോസ് ഓഫ് എന്താണെന്നാണ് ചോദിച്ചത്. ഹിസ്റ്റോറിയൻ ബരാനി refused to consider the state in India under Delhi Sultanate truly Islamic. ഓക്കെ, റിഫ്യൂസ് ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? ദിസ് ഇസ് എ ലോജിക്കൽ വൺ. മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ ഡിഡ് നോട്ട് ഫോളോ ഇസ്ലാമിസം. അങ്ങനെ പറയാൻ പറ്റുമോ? അടുത്ത് നോക്കിക്കോ. ദി മുസ്ലിം തിയോളജിസ്റ്റ് വേർ ഓഫൺ ഡിസ്ക്രീറ്റഡ്. അതിന് സാധ്യതയുണ്ടോ? മുസ്ലിം തിയോളജിസ്റ്റ് ഇതിനെ ഡിസ്ക്രീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണോ? പുള്ളിമാസൊക്കെ അത് ചെയ്യോ? ക്ലാസ് പറഞ്ഞ നോളജ് അനുസരിച്ചിട്ട് ആലോചിച്ച് നോക്കി. പോസിബിലിറ്റി ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. റിലീജിയസ് ഫ്രീഡം വാസ് അക്കോർഡിംഗ് ടു നോൺ മുസ്ലിംസ്. അങ്ങനെ ഉണ്ടോ? കൊട്ടയ്ക്ക് റിലീജിയസ് ഫ്രീഡം കൊടുത്തോ? അപ്പൊ ജെസിയ ടാക്സ് ഉണ്ടാവുമോ? ഇല്ല. റിലീജിയസ് ഫ്രീഡം ഉണ്ടോ? ആലോചിച്ച് ഒന്നുകൂടെ അല്ലെങ്കിൽ ആലോചിച്ച് റിലീജിയസ് ഫ്രീഡത്തിന് പോസിബിലിറ്റി ഉണ്ടോ? എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് അതിനകത്ത്? ഓക്കെ, അവിടെ റിലീജിയസ് ഫ്രീഡം വാസ് അക്കോർഡിംഗ് ടു നോൺ മുസ്ലിംസ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് റിലീജിയസ് ഫ്രീഡം ഉണ്ടെങ്കിൽ അവരെ സെക്കൻഡറി സിറ്റിസൺസ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യോ? സിമ്മീസ് എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ. അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇവിടെ റിലീജിയസ് ഫ്രീഡത്തിൽ ഒരു പോർഷൻ മാത്രം, ഒറ്റ ഭാഗം മാത്രമേ ഉള്ളൂ. ഏതാണ് ഞാൻ പറഞ്ഞത്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലോ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും ഡിയും വരുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കിയാൽ മതി. അതല്ല സി നോക്കി. സുൽത്താൻ സപ്ലിമെന്റഡ് ദി മുസ്ലിം ലോ ബൈ ഫ്രെയിമിംഗ് ഹിസ് ഓൺ റെഗുലേഷൻസ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റെഗുലേഷൻസിനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുസ്ലിം ലോസ് ഫോളോ ചെയ്യുന്നത്. എടുത്ത് നോക്കി നിങ്ങൾ ഓരോ ആൾക്കാരെ. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെങ്കിലും ഖൽജി ആണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ ആ ലോ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പൊ പോസിബിലിറ്റി ഏതിനാ? സിക്കാണ് പോസിബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ബരാണ് എഴുതിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പല ആൾക്കാർ എഴുതി എന്നൊക്കെ പറയും. ഓക്കെ, നാളെ 100 ആൾക്കാർ എഴുതി നിങ്ങളോട് ചോദിക്കും അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? എവിടെ പഠിക്കാൻ പറ്റും? മനുഷ്യൻ അതൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നാളെ ബരാൻ എഴുതി എന്ന് പറയും, വിതുൻ മോഹൻ എഴുതി എന്ന് പറയും, അൻഷിഫ് എഴുതി എന്നൊക്കെ പറയും ആൾക്കാർ. ഓക്കെ, അങ്ങനെ 100 ആൾക്കാർ പറയും. പക്ഷേ അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്? നിങ്ങൾ പഠിച്ച കണ്ടന്റ് വെച്ചാൽ അതിനകത്ത് എന്താണെന്നുള്ളതാണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, നൂരിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വിജയനഗരയിൽ. നമ്മൾ ആ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ പാറ്റേൺ. അങ്ങനെ ചോദിച്ചുകൂടെ? അപ്പൊ അത് ആ രീതിയിൽ അത് ചോദിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അടുത്ത് നോക്കിയേ, 2002 ഒരു ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ഏതാണ് 2002 ക്വസ്റ്റ്യൻ? വിത്ത് റെഫറൻസ് ടു മിഡീവൽ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? അലാവുദ്ദീൻ ഖിൽജി ആണോ ദിവാനായി RS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത്? നിങ്ങൾ തന്നെ പറയണം. ആരാണ്? വെരി ഗുഡ്. ഡി ഈസ് ഓൾറെഡി ആൻസർ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഒന്ന് നോക്കിയേ. എനിക്ക് മൊത്തം ആൻസർ കിട്ടണം മക്കളെ. നിങ്ങൾ പഠിച്ചേ പോവുള്ളൂ.
പറ. ആദ്യത്തെ ആരാണ്? ബാൽബൺ ഹോഴ്സസ്. കണ്ടോ, ഇത് അവരെന്ത് ചെയ്തു? ട്വിസ്റ്റ് ചെയ്തില്ലേ? അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തില്ലേ? ബാൽബൺ എന്ത് ചെയ്തു? ഇങ്ങോട്ടിട്ടു, കലിജൻ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തു. ആ ഒരു ടെൻഡൻസി യു പി സിക്കിന്റെ നിങ്ങൾക്ക് എങ്ങാനും വായിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കൺസിഡർ ദി ഫോളോയിങ് പെയർ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ABCD വരാറില്ലേ? ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പേര് ചിലപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് തരും ചില സമയങ്ങളിൽ. ഓക്കെ, ചിലത് രണ്ടെണ്ണം കറക്റ്റ് ആയിരിക്കും. 2 പെയർ മെജോറിറ്റി സമയത്തും കറക്റ്റ് ആവുന്ന റീസൺ അതാണ്. ചിലപ്പോൾ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കളയും ചില സമയത്ത്. ഓക്കെ, അത് ഓർത്താൽ മതി. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ് പറഞ്ഞത് അല്ലേ? ഫിറോസ് തുഗ്ലക്കാണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ദിവാനായി ബന്ദാഗൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുത്ത് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, എന്താണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സക്സസ്ഡ് ബൈ അങ്കിൾ ആണോ? പുള്ളി ജൗനാകാൻ നല്ല പേരുദോഷം കേൾപ്പിച്ച ഒരു മനുഷ്യനാ. എന്താണ്? അച്ചരതയിൽ ഉടൻ ഭീം തള്ളിട്ടത് കൊന്നെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അല്ലേ? പുള്ളി അറിയും കൂടി. ഞാൻ പറഞ്ഞു ഭരാണിയൊക്കെ പറഞ്ഞതും വിനോദത്തൊക്കെ പറഞ്ഞത് എന്താണ്? ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനം തള്ളിട്ട് കൊന്നു. അപ്പോ അത് ഡെഫിനറ്റ്ലി അതായിരിക്കില്ലല്ലോ. ഓക്കെ, സോ ഇതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാ. ഇങ്ങനത്തെ സാധനം നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രമേ ഞാൻ അതുകൂടെ കഥ പറയുന്നത് ഇടയ്ക്ക് നിങ്ങളോട്. അല്ലാതെ എനിക്കിത് ഇൻട്രസ്റ്റഡ് ആയിട്ടല്ല. ചില സമയത്ത് നിങ്ങൾ കഥ പറയുമ്പോൾ മാത്രം നിങ്ങൾ ഓർത്തിരിക്കും ചില കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഓക്കെ, 2002 ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി നോക്കിയേ. മുഹമ്മദ് ബിൻ തുഗ്ലക് ലെഫ്റ്റ് ഡൽഹി ആൻഡ് ഫോർ 2 years ലിവ്ഡ് ഇൻ ദി ക്യാമ്പ് ഓഫ് സ്വർഗധ്വരി. എന്തോ സ്ഥലം എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഓക്കെ, അടുത്ത് നോക്കിയേ. At the time, Delhi was ravaged by form of plague and many people had died. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഡൽഹിയിൽ സിവിയർ ആയിട്ടുള്ള ഫെമിൻ വരുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പുള്ളിക്ക് ആ സമയത്ത് സാധിക്കുകയായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളി? ആ സമയത്ത് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്ഥലമാണത്. ഓൾഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 2009 ഒരു ക്വസ്റ്റ്യനും കൂടി. ഓക്കെ, പുള്ളി അത് മാറി താമസിക്കുന്നതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, അത് ഓർത്താൽ മതി. റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, വെരി ഗുഡ്. ഇറ്റ്സ് എ റിലേറ്റഡ് വൺ. ഓക്കെ, ഓക്കെ, ഓക്കെ. എങ്ങനെ ആരെ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്? അപർണയാണോ? റൈറ്റ്. എങ്ങനെ അപർണ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് അപർണയ്ക്ക് ഫീൽ ചെയ്തത്? ഫൈൻഡ് ഔട്ട് ദാറ്റ് എലിമിനേഷൻ. അത് അതിന്റെ കറക്റ്റ് റീസൺ ആയിട്ട് തോന്നി. ഫ്ലാഗ് വന്ന സമയത്ത് അവിടുന്ന് പോവാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ചാൻസ് ഉണ്ട്. എങ്ങനെ നോക്കാം? അവിടെ നോക്കിക്കോ. ഒന്ന്, ലെഫ്റ്റ് ഡൽഹി അല്ലേ? ഡൽഹി വന്നു, പുള്ളിയെ കാര്യം പറഞ്ഞു. അതേ സാധനം നോക്കി. അറ്റ് ദാറ്റ് ടൈം, ഓക്കെ, ക്വസ്റ്റ്യൻ ഇട്ട ആളാ സമയത്ത് ശ്രദ്ധിക്കാതെ പോയൊരു സാധനമാണത്. ആൻഡ് ഡൽഹി വാസ് ഡിബേറ്റഡ് ബൈ ഫ്ലാഗ്. ഓക്കെ, ആ സമയത്ത് സ്വർണം കൂടി പൂശി നമുക്കത് പറയാൻ സാധിക്കും? ഇല്ല. എന്തായാലും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാപിറ്റൽ ട്രാൻസ്ഫർ അല്ല. ആണോ? അല്ലല്ലോ. 2 വർഷത്തേക്ക് പുള്ളി മാറി താമസിക്കുന്ന ക്യാപിറ്റൽ ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പോസിബിലിറ്റി ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ തെറ്റിക്കാൻ സാധ്യത എന്താണ് നിങ്ങളോട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് പകരം വേറെ ആരെയും പേര് തരാം അല്ലേ? അത് നല്ലൊരു പോസിബിലിറ്റി ഉള്ളൂ. അതിന്റെ ആവശ്യം UPSC ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അതുപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണോ? അല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ധാരണ മാത്രമേ അന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ എലിമിനേഷൻ. ഓക്കെ, അപർണ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? Again, here, the Mongols under Genghis Khan invaded India during the reign of ചെങ്കിസ് ഖാൻ. വന്ന് ചെങ്കിസ് ഖാൻ തന്നെ അടുത്ത് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ? നിർത്തിപ്പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരാനായി. ആരാണ് ആൻസർ? ഇൽത്തുമിഷ് അല്ലെ? എത്ര തവണ ചെങ്കിസ് ഖാൻ വരുന്നത്? ചെങ്കിസ് ഖാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കുറെ പോപ്പുലേഷനിൽ ചെങ്കിസ് ഖാന്റെ ഫാമിലി എന്ന ആൾക്കാർ പറയുന്നത്. ഓക്കെ, 2001 ക്വസ്റ്റ്യൻ ഏതാണ്? ദിവാൻ അയാർസ് കറക്റ്റ്ലി മാച്ച് ആണ് ചോദിക്കുന്നത്. ഏതാണ് പോസിബിലിറ്റി? തുഗ്ലക്, ബാൽബൺ. തുഗ്ലക് മാത്രമേ കൊടുത്തുള്ളൂ. വെരി ഗുഡ്. എ തുഗ്ലക്. ദിവാനായി ബന്ദാഗൻ എന്ത് ഡിപ്പാർട്ട്മെന്റാ?
സ്ലേവ് ഡിപ്പാർട്ട്മെന്റ്, ഫിറോസ് ഷാ തുഗ്ലക്. അവിടെ പേര് സ്പെസിഫിക്കലി തന്നില്ല അല്ലേ, ഇത് ജനറലൈസ്ഡ് കൊണ്ട് അതിൽ ആരെങ്കിലും ഒരാളായാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു പോർഷൻ വരുന്നു, അതിനകത്ത് ഒരു ജനറലൈസ്ഡ് സാധനം തരുവാണെങ്കിൽ അതിന്റെ പോസിബിലിറ്റി ഭയങ്കര കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ സ്പെസിഫിക്കും ഒരു ജനറലൈസ്ഡ് സാധനം തന്നു കഴിഞ്ഞാൽ ജനറലൈസിന് പോസിബിലിറ്റി കൂടുതലാണ്, കാരണം ഇൻക്ലൂസീവ്നെസ് കൂടുതലാണ്. തുഗ്ലക്ക് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുള്ളൂ, ഏത് തുഗ്ലക്കും ആവാലോ. ഓക്കെ, എപ്പോഴും നിങ്ങൾ എടുക്കരുത്, ഇറ്റ്സ് എ ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചതോടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, നമ്മുടെ ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയൊക്കെ അക്ബറിന്റെ പോർഷനൊക്കെ അതിനകത്ത് വരുന്നത്, ഔറംഗസീബിന്റെ പോർഷനൊക്കെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റൻ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള പോർഷനാണ് ബാക്കി വരുന്നത്. ഓക്കെ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചു മക്കളെ, ഒരു സെക്കൻഡ്, ഞാൻ അതും കൂടി 1999 ഒരു ക്വസ്റ്റ്യൻ. The king was freed from his people and they free from the king. ആരാണ്? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? ഓൾമോസ്റ്റ് ഓക്കെ ആണല്ലോ ഈ ഒരു ഭാഗം. ബാക്കിയുള്ളത് ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു ടേം ഫവാസിൽ എന്ന് പറയുന്ന ടേം. ഓക്കെ, നമുക്ക് നോക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താണത്? എനി ഐഡിയ? എനിവൺ? Extra payment made by the nobles, revenue assigned in the lieu of salary, illegal cash extracted from the peasants, excess amount paid by the exchanger by the iqtidars. Okay, ഈ ടേം നിങ്ങൾ പഠിപ്പിച്ചോ? എങ്ങനെയാ തന്നീല അതറിഞ്ഞത്? ഈ ടേം എങ്ങനെ? എന്താണത്? എങ്ങനെ കിട്ടിയത്? സി ആണെന്നുള്ളത്. സി ഇസ് റൈറ്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. Did PYQ is fine. Other than that, elimination, how it is possible? Revenue assigned in the lieu of salary എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പറഞ്ഞില്ലേ, റവന്യൂ അസൈൻഡ് lieu of salary. എന്താ സ്റ്റേറ്റ്മെന്റ് അർത്ഥം? ആർക്കെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടുന്നുണ്ട്. റവന്യൂ അസൈൻഡ് ഇൻ ദി lieu of salary എന്താ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഒരു പാർഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നില്ലേ, സെന്റൻസ് പോലെ തോന്നില്ലേ, ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെ അല്ലേ? ആ ഒരു സാധനത്തിന് നമുക്ക് എത്രത്തോളം പോസിബിലിറ്റി കൊടുക്കാം? വെട്ടിക്കപ്പ തന്നെ അങ്ങനത്തെ ഒരു സാധനം വരും. ഓക്കെ, ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്ത് നോക്കിക്കോ, എക്സ്ട്രാ പേയ്മെന്റ് മെയ്ഡ് ബൈ ദി നോബിൾസ്. നോബിൾസ് എന്തിനാ പൈസ കൊടുക്കുന്നത്? നോബിൾസ് ഓൾറെഡി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെ പോസിബിലിറ്റി ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കുക, പോസിബിലിറ്റി കുറവാ, പൈസ കൊടുക്കാൻ ആളുള്ളത്. അതായത് exaction extracted from the peasants. Okay, illegal exaction extracted from the peasants എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി ഇവരെന്ന് തന്നത് ഇല്ലീഗൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ആണല്ലോ, ഇല്ലീഗൽ ആയിട്ട് പെസൻസിന്റെ അടുത്ത് എടുക്കുന്നതാണെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അത് എപ്പോഴെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ഒരു സാധനം വരുമോ? പോസിബിലിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു അഡ്മിനിസ്ട്രേഷൻ പറയും ഞാൻ ഇല്ലീഗൽ ആയിട്ടാണ് പൈസ ഇരിക്കുന്നത്, അതിന് ഞാനൊരു ടേം കൊടുക്കുകയാണ്, അതിനർത്ഥം എന്താ? സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ കറപ്ഷൻ വാങ്ങുന്ന പോലെ ആൾക്കാർ പറയോ? ഇല്ല, ആ സെന്റൻസിന് എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ തെറ്റായതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്തു. ഇതിനകത്ത് നോബിൾസ് ഒരിക്കലും പൈസ കൊടുക്കുന്നത് റിമൂവ് ചെയ്തു. ഇത് സെന്റൻസ് നെഗറ്റീവ് ആസ്പെക്ട്. ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ടേം പറയില്ല, പറയില്ല അല്ലേ? അപ്പൊ പോസിബിലിറ്റി എന്താണ്? ഇതിനാണ്. ഓക്കെ, അതായത് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, വാസിൽ പഠിച്ചു വെക്കണം. കാരണം അത് വന്നു, PYQ വന്നു, എക്സസ് എമൗണ്ട് ബൈ ദി വേ ഇഖ്തിദാറാണ്. അതായത് അവർക്ക് കിട്ടുന്ന എക്സസ് എമൗണ്ട് കൊടുക്കുകയാണ്. എന്താണ് ഇഖ്തിദാറിന്? ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? ഞാൻ ആ ടേം ഉപയോഗിക്കാതെ പോയതാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ തെറ്റിപ്പോയിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ആ ടേം ആണിത്. ഓക്കെ, അതായത് അവരെ എമൗണ്ട് എടുത്തിട്ട് അവരെന്ത് ചെയ്യും? റിമൈനിങ് കൊടുക്കും. അങ്ങനത്തെ ഒരു സാധനം ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക്, അത് വെച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. ഇത്രയും ഭാഗം ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഇതിനകത്ത് കുറച്ചും കൂടി ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു എലിമിനേഷന്റെ സൈഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാമെന്നും ടോട്ടലി നമ്മളൊരു ഡിസ്കഷനും കൂടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഫൈൻ, താങ്ക് യു. ഓക്കെ.